ഏകാന്തരായ സൂപ്പർ സ്റ്റാറുകളും. പക്ഷേ സഹോദരങ്ങളിൽ ഏറ്റവും പ്രശസ്തനായത് മൈക്കിൾ ജാക്സൺ ആയിരുന്നു. ഏറ്റവും ഏകാന്തരം അയാൾ തന്നെയായിരുന്നു. മൈക്കിളിൻ്റെ മ്യൂസിക്കൽ കരിയറിനെ കുറിച്ചല്ല ഇനി പറയാൻ പോകുന്നത്. അയാളുടെ ഏകാന്തത മാറ്റാനെത്തിയ 2 സുഹൃത്തുക്കളെ കുറിച്ചാണ്. ആയിരത്തി 1988 മൈക്കിളിൻ്റെ ബാഡ് വേൾഡ് ടൂർ നടക്കുന്ന സമയത്താണ് എലിസബത്ത് ടൈലറും മൈക്കിൾ ജാക്സണും കൂടുതൽ അടുക്കുന്നത്. ഇതിനു മുമ്പ് ഹോളിവുഡിലെ പല ഈവൻസിലും അവർ കണ്ടിട്ടുണ്ടായിരുന്നു. കൺസേർട്ടിന് എത്തിയ അവർ സ്റ്റേജിലെ അത്ഭുതം കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ കഷ്ടകാലത്തിന് അവർക്ക് കിട്ടിയ സീറ്റ് ക്യാമറകളും മറ്റു ഉപകരണങ്ങളും വെച്ചിരുന്നതിൻ്റെ കുറച്ച് പുറകിലായിരുന്നു. സ്റ്റേജ് ശരിയും കാണാനാകാതെ അവർ നിരാശയായി. വിഷമിച്ച് ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തിരികെ പോകാൻ അവർ തീരുമാനിച്ചു. ഈ കാര്യം ആരോ പറഞ്ഞ് മൈക്കിൾ ബാക്ക് സ്റ്റേജിൽ അറിഞ്ഞു. ഏതെങ്കിലും ഒരു അസിസ്റ്റന്റിനെ അയക്കുന്നതിന് പകരം അയാൾ തന്നെ പുറത്തേക്ക് നടന്നു വന്നു. നിഷ്കളങ്കമായ ക്ഷമാപണത്തോടെ അവരെ സ്നേഹത്തോടെ കൈപിടിച്ച് ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. എലിസബത്ത് ടൈലറിനെ മികച്ച കാഴ്ച ലഭിക്കുന്ന സ്ഥലത്ത് ഇരുത്തിയിട്ടാണ് മൈക്കിൾ പിന്നെ സ്റ്റേജിലോട്ട് മടങ്ങിപ്പോയത്. ആ ഹൃദയസ്പർശിയായ പ്രവൃത്തി എലിസബത്ത് ടൈലറിന്റെ മനസ്സിനെ ആഴത്തിൽ തൊട്ടു. അവിടെയാണ് അവരുടെ ആത്മബന്ധം ആരംഭിച്ചത്. എലിസബത്ത് ടൈലറും കുട്ടിക്കാലം മുതൽ തന്നെ അതിപ്രശസ്തയായിരുന്നു. അവരുടെ ജീവിതത്തിൽ അനേകം വിവാദങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവർ മൈക്കിൾ തന്നെ കാണുകയായിരുന്നു.